Hello everyone, welcome to Computer Science Hub. Today's topic programmed IO, programmed input outputs, and this video is designed as per the syllabus of Computer Engineering Diploma. Course code is 3131, subject is Computer Architecture, and currently we are at the second module, that is external memory and input outputs. So let's start with what is programmed IO. So there are mainly three types of IO operations. Let's have a look. Three techniques are possible for IO operations. First one is programmed IO, second one is interrupt-driven IO, and third one is direct memory access, that is DMA. So ആദ്യം നമുക്ക് ഈ മൂന്ന് ടെക്നിക്കും എന്താണ് ജനറലി ഒന്ന് നോക്കാം, ഒരു ഓവർവ്യൂ നോക്കാം. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഈ ഒരു വീഡിയോയിൽ പ്രോഗ്രാംഡ് IO ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഫോർ ദ അതർ ടു ടെക്നിക്സ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്രോഗ്രാംഡ് IO. Programmed IO concept ഇത്രയേ ഉള്ളൂ. The processor executes a program that gives it direct control of the IO operation, including sensing device status, sending a read or write command, and transferring the data. When the processor issues a command to the IO module, it must wait until the IO operation is complete. If the processor is faster than the IO module, this is wasteful of processor time. So programmed IO, as the name indicates, IO operations are a part of the program. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ടാവും, ആ പ്രോഗ്രാമിൽ വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് കമാൻഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും IO ഓപ്പറേഷൻ നടക്കുക. ആൻഡ് ഇപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻഡ് പ്രോസസ്സർ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ IO മൊഡ്യൂളായിട്ടായിരിക്കും അല്ലേ. പെരിഫറൽ ഡിവൈസസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ IO മൊഡ്യൂൾ വേണം. ആൻഡ് IO മൊഡ്യൂളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ബാക്കി എല്ലാതും കൺട്രോൾ ചെയ്യുന്നത് IO മൊഡ്യൂളാണ്. ആൻഡ് അവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെൻസിങ് ദ ഡിവൈസ് സ്റ്റാറ്റസ് നോക്കണം, അത് ഡിവൈസ് റെഡി ആണോ ബിസി ആണോ എന്നെല്ലാം സെൻസ് ചെയ്യണം. അതുപോലെ റീഡ് റൈറ്റ് കമാൻഡ്സ് സെൻഡ് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയും പ്രോസസ്സ് ഉണ്ട്. ആൻഡ് ഇതൊക്കെയും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൊറ്റ വൺസ് ഒരു റീഡ് ഓർ റൈറ്റ് കമാൻഡ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു, അപ്പോൾ തന്നെ IO മൊഡ്യൂളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ദെൻ നമ്മുടെ IO ഓപ്പറേഷൻ കഴിയുന്നത് വരെ പ്രോസസ്സർ വെയിറ്റ് ചെയ്യണം. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഒരു ഇൻപുട്ട് കമാൻഡ് പ്രോഗ്രാമിൽ ഒരു ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ വന്നു, ഞാനത് IO മൊഡ്യൂളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് ബിസിയാണ്. സോ IO മൊഡ്യൂൾ പെരിഫറൽ ഡിവൈസിനടുത്ത് ചോദിക്കും, ഇൻപുട്ട് ഡിവൈസിനോട് ചോദിക്കുമ്പോൾ ഇൻപുട്ട് ഡിവൈസ് പറയും ഐ എം ബിസി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ വി ഹാവ് ടു വെയിറ്റ്, അവർ പ്രോസസ്സർ ഹാവ് ടു വെയിറ്റ്. അങ്ങനെ ഇൻപുട്ട് ഡിവൈസ് റെഡി ആകുമ്പോൾ അവർ റെഡി സിഗ്നൽ കൊടുത്ത് IO മൊഡ്യൂൾ പ്രോസസ്സറിനെ അറിയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ വൺസ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഈ ഒരു IO ഓപ്പറേഷൻ കഴിയുന്ന വരെ പ്രോസസ്സർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരും. സോ പ്രോസസ്സറിൻ്റെ ടൈം അത് വളരെ വേസ്റ്റ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സർ ഈസ് ഫാസ്റ്റർ ദാൻ ദ IO മൊഡ്യൂൾ എപ്പോഴും സ്ലോ ആയിരിക്കും. IO മൊഡ്യൂൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പെരിഫറൽ ഡിവൈസ് ആയിട്ടാണല്ലോ, അവർ ഇലക്ട്രോമാഗ്നറ്റിക്കൽ ഡിവൈസസ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവർ നമ്മുടെ പ്രോസസ്സറിൻ്റെ സ്പീഡും തമ്മിൽ വാസ്റ്റ് ഡിഫറൻസ് ആണുള്ളത്, ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ സ്പീഡും പ്രോസസ്സറിൻ്റെ സ്പീഡും എന്തായാലും ഭയങ്കര വ്യത്യാസമായിരിക്കും. പ്രോസസ്സർ എത്രയോ ടൈംസ് ഫാസ്റ്ററാണ് IO ഡിവൈസസിനേക്കാളും. അങ്ങനെ വരുമ്പോൾ ഈ IO ഡിവൈസസ് ഫ്രീ ആകുന്ന വരെ അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ കഴിയുന്നത് വരെ പ്രോസസ്സർ വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ടൈം അത് വേസ്റ്റ് ചെയ്യാണ്. ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം, പ്രോഗ്രാംഡ് IOൻ്റെ പ്രോബ്ലം. അപ്പോൾ ഓവർവ്യൂ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ആസ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം ആണ് ഇവിടെ IO ഓപ്പറേഷൻസ് നടക്കുക. ആൻഡ് ഒരു IO ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദ പ്രോസസ്സർ ഫസ്റ്റ് കോൺടാക്ട് ദ IO മൊഡ്യൂൾ. The processor issues a command to IO module and it must wait until the IO operation is complete. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ചേഞ്ചാണ് interrupt driven IO. interrupt driven IOയിൽ പറയുന്നതെന്ന് വെച്ചാൽ processor issues an IO command, continues to execute other instructions and is interrupted by the IO module when later has completed its work. അപ്പോൾ പ്രോസസ്സർ IO മൊഡ്യൂളിന് കമാൻഡ് കൊടുത്ത് പിന്നെ അതിനെപ്പറ്റി വെയിറ്റ് ചെയ്യുന്നില്ല. പ്രോസസ്സറിൻ്റെ ബാക്കി കാര്യങ്ങളായിട്ട് അങ്ങ് നടക്കുകയാണ്. ആൻഡ് IO മൊഡ്യൂൾ വൺസ് ഇറ്റ് ഫിനിഷസ് ഇറ്റ്സ് വർക്ക്, IO മൊഡ്യൂൾ പ്രോസസ്സറിനെ അറിയിക്കും, അത് കഴിഞ്ഞു, IO ഓപ്പറേഷൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് അറിയിക്കും. അപ്പോൾ പ്രോസസ്സർ ചെക്ക് ചെയ്യും, കംപ്ലീറ്റ് ആയോ എന്താണെന്നൊക്കെയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യും. അപ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ ടൈം ഒന്നും വേസ്റ്റ് ആവില്ല. ജസ്റ്റ് IO കമാൻഡ് കൊടുത്തു, അത് കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ കാര്യങ്ങൾ നോക്കി നടക്കുകയാണ്. അപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ഇൻറ്ററപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് IO മൊഡ്യൂളിൽ അവരുടെ വർക്ക് കഴിയുമ്പം പ്രോസസ്സറിനെ അറിയിക്കുന്നതാണ് ഇൻറ്ററപ്റ്റ്. നമ്മൾ ഇൻറ്ററപ്റ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ.
അപ്പം ഇൻട്രപ്റ്റ് വെച്ചിട്ടാണ് അറിയിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഇൻട്രപ്റ്റ് ഡ്രിവൻ IO. ഓക്കെ. ആൻഡ് ലാസ്റ്റ് കാറ്റഗറി DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. അപ്പോൾ ഈ മുന്നേ പറഞ്ഞ രണ്ടിലും പ്രോഗ്രാംഡ് IO ആയിക്കോട്ടെ ഇൻട്രപ്റ്റ് ഡ്രിവൻ IO ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പ്രോസസ്സർ ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് അങ്ങനെയല്ല വരുന്നത്. അതായത് പ്രോസസ്സർ ഇസ് റെസ്പോൺസിബിൾ ഫോർ എക്സ്ട്രാക്ടിങ് ഡാറ്റ ഫ്രം മെയിൻ മെമ്മറി ഫോർ ഔട്ട്പുട്ട് ആൻഡ് സ്റ്റോറിങ് ഡാറ്റ ഇൻ മെയിൻ മെമ്മറി ഫോർ ഇൻപുട്ട്. പ്രോസസ്സറാണ് ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ആൾ. മെമ്മറിയും പ്രോസസ്സറും തമ്മിലാണ് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതായത് പ്രോസസ്സർ മീഡിയേറ്റർ ആണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സറാണ്. ആൻഡ് ആ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാനോ ഡാറ്റ റീഡ് ചെയ്യാനോ മെമ്മറി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പ്രോസസ്സറാണ്. അപ്പോൾ പ്രോസസ്സറാണ് എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. And direct memory access, as the name indicates, the input output devices directly access the memory. ഇതിൽ പ്രോസസ്സറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറവാണ്. പ്രോസസ്സർ ജസ്റ്റ് ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി കോണ്ടാക്റ്റ് എല്ലാം ഈ നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും നമ്മുടെ മെമ്മറിയും ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്നുള്ള പേര് വന്നത്. So with the programmed and interrupt IO, the processor is responsible for extracting data from main memory for output and storing data in main memory for input. The alternative is known as the direct memory access. In this mode, the IO module and main memory exchange data directly without processor involvement. Processor involvement ഇല്ലാണ്ട് IO module main memory directly data exchange ചെയ്യും. ഇതാണ് DMA. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് കേട്ടോ. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്സിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടെക്നിക്കിൽ 3 ടെക്നിക്ക്: പ്രോഗ്രാംഡ് IO, ഇൻട്രപ്റ്റ് ഡ്രിവൻ IO ആൻഡ് DMA. ഇന്ന് നമ്മൾ പ്രോഗ്രാംഡ് IO ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാം. ഓക്കെ. സോ ഫസ്റ്റ് ദ ഓവർവ്യൂ ഓഫ് പ്രോഗ്രാംഡ് IO. ഇപ്പോൾ കൺസെപ്റ്റ് പറയാം. വെൻ ദ പ്രോസസ്സർ ഇസ് എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം ആൻഡ് എൻകൗണ്ടേഴ്സ് ആൻ ഇൻസ്ട്രക്ഷൻ റിലേറ്റിംഗ് ടു IO, ഇറ്റ് എക്സിക്യൂട്ട്സ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ ബൈ ഇഷ്യൂവിംഗ് എ കമാൻഡ് ടു ദ അപ്രോപ്രിയേറ്റ് IO മൊഡ്യൂൾ. അപ്പോൾ പ്രോസസ്സർ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനിടയിൽ ഇറ്റ് എൻകൗണ്ടേഴ്സ് ആൻ ഇൻസ്ട്രക്ഷൻ റിലേറ്റിംഗ് ടു IO. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ റീഡോ റൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് കണ്ടു. അങ്ങനെ വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് IO മൊഡ്യൂളാണ് അല്ലേ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ IO മൊഡ്യൂൾ, IO ഇൻ്റർഫേസ് വേണം. അപ്പോൾ പ്രോസസ്സർ ആദ്യം തന്നെ അതിന് വേണ്ട, ഇപ്പോൾ റീഡ് ആണെങ്കിൽ റീഡ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്, എന്താണോ അപ്രോപ്രിയേറ്റ് കമാൻഡ് ആ കമാൻഡ് IO മൊഡ്യൂളിൽ കൊടുക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വിത്ത് ദ പ്രോഗ്രാംഡ് IO, the IO module will perform the requested action and then set the appropriate bits in the IO status register. അപ്പോൾ IO മൊഡ്യൂൾ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇൻപുട്ട് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഇൻപുട്ട് നമ്മുടെ പ്രോസസ്സറിന് ഒരു ഡാറ്റ വേണം. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ്, ഇപ്പോൾ കീബോർഡാണ് അത് കൊടുക്കുന്ന ആൾ, പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. ഇപ്പോൾ കീബോർഡിൽ നിന്ന് ഒരു ഡാറ്റ വേണം. ഇതാണ് നമ്മുടെ സിനാരിയോ. അപ്പോൾ അതാ ഈ റീഡ് വന്നു, അതായത് പ്രോഗ്രാമിൽ ഇൻപുട്ടിൻ്റെ ഇൻസ്ട്രക്ഷൻ വന്നു. സോ അത് IO മൊഡ്യൂളിനോട് അറിയിച്ചു, അതായത് ഈ കീബോർഡിൻ്റെ അടുത്ത് നിന്ന് ഈ ഡാറ്റ വേണം എന്നുള്ളത് പറഞ്ഞു. ആൻഡ് IO മൊഡ്യൂൾ അപ്പോൾ ഈ റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ നോക്കുകയാണ്. ഇപ്പോൾ കീബോർഡിൻ്റെ അടുത്ത് ആദ്യം നോക്കണം അല്ലേ, കീബോർഡ് ഫ്രീ ആണോ എന്നും സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കണം. ആൻഡ് അങ്ങനെ സ്റ്റാറ്റസ് ഓക്കെ ആണെങ്കിൽ അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ വരുന്നത്, പ്രോസസ്സർ IO മൊഡ്യൂളിനോടത്ത് ചോദിക്കുകയാണ് കീബോർഡ് ഫ്രീ ആണോ. അപ്പോൾ IO മൊഡ്യൂൾ തിരിച്ച് പ്രോസസ്സിൻ്റെ അടുത്ത് പറയുന്നില്ല ഫ്രീ ആണ്. IO മൊഡ്യൂൾ ചെയ്യുക എന്താണെന്ന് വെച്ചാൽ കീബോർഡിൻ്റെ അടുത്തൊക്കെ പോയി ചോദിച്ച് റെഡിയാക്കി അത് അവരുടെ കയ്യിൽ അങ്ങ് എഴുതി വെക്കും. അതായത് അവരുടെ ഒരു സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്, അവിടെ കൊണ്ടുവയ്ക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ പ്രോസസ്സറിനെ അറിയിക്കില്ല. പ്രോസസ്സർ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം, ഇയാൾ ശരിയായോ, സ്റ്റാറ്റസ് രജിസ്റ്റർ ഓക്കെ ആണോ അല്ലയോ എന്ന് വന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് വേസ്റ്റ്. മറിച്ച് ഇപ്പോൾ ഇൻറ്ററപ്റ്റ് ആണെങ്കിൽ എന്താ, പ്രോസസ്സർ ആദ്യം ചോദിക്കും, ദെൻ പിന്നെ പ്രോസസ്സർ അതിനെപ്പറ്റി ഒന്നും നോക്കില്ല, പ്രോസസ്സർ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ആൻഡ് ഈ IO മൊഡ്യൂൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ അടുത്ത് നോക്കി അവർ ഫ്രീ ആണോ നോക്കി. അങ്ങനെ അവർ ഫ്രീ ആകുമ്പോൾ പ്രോസസ്സറിനെ പോയിട്ട് പറയും, ഇതാ ഫ്രീ ആയി, നമുക്ക് ട്രാൻസ്ഫർ നടക്കാം എന്ന് പറയും. അങ്ങനെ ഒരു കൺസെപ്റ്റ് പ്രോഗ്രാംഡ് IOയിലില്ല. അപ്പോൾ ആക്ച്വലി ഇങ്ങനെ പറയും എന്ന് പറയുന്നത് സിഗ്നൽസ് ആണ് കേട്ടോ. വിത്ത് പ്രോഗ്രാംഡ് IO, the IO module will perform the requested action. അപ്പോൾ റിക്വസ്റ്റഡ് ആക്ഷൻ എന്താണെങ്കിൽ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബിറ്റ്സ്, സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്, സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ആ ബിറ്റ്സ് സെറ്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ റെഡി ആണെന്ന് വെച്ചാൽ റെഡി എന്നുള്ള ബിറ്റ് സെറ്റ് ചെയ്തു 1, ലൈക്ക്, അല്ലെങ്കിൽ BC ആണെങ്കിൽ BC ബിറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. The IO module takes no further action to alert the processor. It does not interrupt the processor. പറഞ്ഞല്ലോ നമ്മൾ, അവരുടെ അടുത്ത് പോയി പറയില്ല എന്ന്. അതായത് ജസ്റ്റ് സ്റ്റാറ്റസ് രജിസ്റ്ററിൽ ബിറ്റും സെറ്റ് ചെയ്ത് IO മൊഡ്യൂൾ അങ്ങനെ മിണ്ടാതെ ഇരിക്കുകയുള്ളൂ. ഇനി അപ്പോൾ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പ്രോസസ്സർ
periodically to check the status of the IO module until it finds that the operation is complete. അപ്പോൾ പീരിയോഡിക്കലി പ്രോസസ്സർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കീബോർഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ 1 by 1 അല്ലേ ഡാറ്റ സെൻഡ് ചെയ്യുന്നത്, ഓരോ കീസ് ആയിട്ടും സെൻഡ് ചെയ്യുക. അപ്പോൾ ഓരോ കീ കഴിയുമ്പോഴും എഗെയിൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കംപ്ലീറ്റ് IO ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ആവുന്ന വരെ പ്രോസസ്സർ പീരിയോഡിക്കലി ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് IO module. ഓക്കെ, അപ്പം ഈ ഒരു ഇത് പറയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് വേഗം മനസ്സിലാവും അല്ലേ. കാരണം നമ്മുടെ പ്രോസസ്സറിൻ്റെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൈമാണ് ഇങ്ങനെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തിട്ട് പോകുന്നത്. ഇനി നമ്മൾ 2 സെറ്റായിട്ട് നോക്കുക, IO കമാൻഡ് ആൻഡ് IO ഇൻസ്ട്രക്ഷൻ. നമ്മൾ ഓവർവ്യൂ ആണ് പറഞ്ഞത്. ഇനി കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുന്നു. ആ ഡീപ്പായിട്ട് പോകുന്നത് IO കമാൻഡിൻ്റെ വഴിയും ആൻഡ് IO ഇൻസ്ട്രക്ഷൻസും പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യം IO കമാൻഡ്സ് നോക്കാം. ടു എക്സിക്യൂട്ട് ആൻ IO റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ, the processor issues an address specifying the particular IO module and external device and an IO command. അപ്പോൾ നോർമലി IO റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോസസ്സർ ഇത്രയും കാര്യങ്ങളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് അഡ്രസ്സ് വേണം. അഡ്രസ്സ് എന്തിനാ വെച്ചാൽ ഏത് IO മൊഡ്യൂളായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ലൈക്ക് നമ്മുടെ മെമ്മറിക്ക് അഡ്രസ്സ് ഉള്ള പോലെ തന്നെ നമ്മുടെ ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനും ഒരു അഡ്രസ്സ് ഉണ്ട്. കീബോർഡിന് ഒരെണ്ണം, മൗസിന് ഒരെണ്ണം, അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ ആരായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ അഡ്രസ്സാണ് കൊടുക്കുക. And specifying the particular IO module and external device. Then and an IO command. പിന്നെ ഒരു IO command കൂടി ഉണ്ടാവും. IO command പറയുന്നത് റീഡ് ആണോ റൈറ്റ് ആണോ എന്താണോ ഒരു ഇൻസ്ട്രക്ഷൻ അതാണ് പറയാം. There are 4 types of IO commands that an IO module may receive when it is addressed by a processor. ഇപ്പോൾ പ്രോസസ്സർ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ IO മൊഡ്യൂളിന് 4 ടൈപ്പ് ഉണ്ട് കേട്ടോ കമാൻഡ്സ്. അത് ഇവരൊക്കെയാണ്: കൺട്രോൾ ആൻഡ് ടെസ്റ്റ്, റീഡ്, റൈറ്റ്. കൺട്രോൾ, ടെസ്റ്റ്, റീഡ്, റൈറ്റ്. അപ്പം ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. അപ്പോൾ കൺട്രോൾ ഇസ് യൂസ് ടു ആക്ടിവേറ്റ് എ പെരിഫറൽ ആൻഡ് ടെൽ ഇറ്റ് വാട്ട് ടു ഡു. ഇപ്പോൾ പെർട്ടിക്കുലർ പെരിഫറൽ ആരാണോ അവരെ ആക്ടിവേറ്റ് ചെയ്യുക ആൻഡ് എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. അത്രയേ ഉള്ളൂ. ലൈക്ക് ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ടേപ്പ് യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അവർക്ക് ഇപ്പോൾ നമുക്ക് ടേപ്പ് റിവൈൻഡ് ചെയ്യാനോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെക്കോർഡ് ഫോർവേഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കില്ലേ, അതാണ് കൺട്രോൾ. ഇനി ടെസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്റ്റാറ്റസ് ബിറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നത് പറഞ്ഞില്ലേ, ആൻഡ് അത് ചെക്ക് ചെയ്യലാണ് ഒരു ഉദ്ദേശം. യൂസ് ടു ടെസ്റ്റ് വാരിയസ് സ്റ്റാറ്റസ് associated with an IO module and its peripherals. Processor will want to know that the peripheral of interest is powered on and available for use. ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, ആ പെരിഫറൽ കറക്റ്റ് ആണോ, ഇപ്പോൾ പ്രിൻ്ററൊക്കെ ആണെങ്കിൽ പ്രിൻ്റർ പവേർഡ് ഓൺ ആണോ, അത് അവൈലബിൾ ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നത്. It will also want to know if the most recent IO operation is completed and if any errors occurred. അടുത്ത കാര്യം ആദ്യത്തേത് അത് അവൈലബിൾ ആണോ എന്ന്, അതുപോലെ പിന്നത്തത് നമ്മളിപ്പോൾ ഒരു IO ഓപ്പറേഷൻ തുടങ്ങി ആൻഡ് അത് കംപ്ലീറ്റ് ആയോ എന്ന്. നമ്മളിപ്പോൾ എത്ര പേപ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു ആൻഡ് അത് എല്ലാ പേപ്പറും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞോ, അങ്ങനെ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടും ഈ ടെസ്റ്റ് സിഗ്നൽ യൂസ് ചെയ്യും. ഓക്കെ, 2 സ്റ്റാറ്റസ് ആണ്. ഫസ്റ്റ് അവർ റെഡി ആണോ എന്നുള്ള സ്റ്റാറ്റസ്, സെക്കൻഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ആണോ എന്നുള്ള സ്റ്റാറ്റസ്. ദെൻ ഓൾസോ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ ആ എറേഴ്സിൻ്റെയും സ്റ്റാറ്റസ് എറർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും ഇത് പറ്റും. നെക്സ്റ്റ് റീഡ് ആൻഡ് റൈറ്റ്. അതറിയാലോ, റീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടിനും റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓപ്പറേഷനും. റീഡ് കോസസ് ദ IO module to obtain an item of data from the peripheral and place it in an internal buffer. The processor can then obtain the data item by requesting that the IO module place it on the database. അതായത് റീഡ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഇൻപുട്ട് ഡിവൈസിനെ ആലോചിക്കാം. ഇപ്പോൾ കീബോർഡാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എക്സ്ട്രാ പെരിഫറൽ ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡ് കൊടുക്കുന്ന ഡാറ്റ ആദ്യം IO മൊഡ്യൂൾ ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. IO മൊഡ്യൂൾ അതൊരു ബഫറിൽ സ്റ്റോർ ചെയ്യും. ദെൻ അവിടെ നിന്ന് പ്രോസസ്സർ അതായത് പ്രോസസ്സർ പറയുമ്പോൾ IO മൊഡ്യൂൾ ആ ബഫറിൽ നിന്ന് ഡാറ്റാബേസിൽ കൊടുത്തു. പ്രോസസ്സർ അതിനെടുത്ത് മെമ്മറിയിൽ എവിടെയാണെന്ന് വെച്ചു. ഈ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പലതവണ പറഞ്ഞതാട്ടോ. ഇനി റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളുടെ പ്രോസസ്സറിൻ്റെ കയ്യിലൊരു ഡാറ്റ ഉണ്ട്. ആ ഡാറ്റേനെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക്, ഇപ്പോൾ മോണിറ്റർ ആണെന്ന് വെച്ചോളൂ, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കണം. അപ്പോൾ അതിന് ആദ്യം ചെയ്യുക, പ്രോസസ്സർ അത് ഡാറ്റാബേസിലുണ്ടാവും ആൻഡ് ആ ഡാറ്റാബേസിൽ നിന്ന് അത് IO മൊഡ്യൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അവിടെ നിന്ന് അത് പെരിഫറിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ 4 ടൈപ്പ് IO കമാൻഡ് പറഞ്ഞു. ഫസ്റ്റ് വൺ ഇസ് കൺട്രോൾ, സെക്കൻഡ് വൺ ഇസ് ടെസ്റ്റ് ആൻഡ് തേർഡ് വൺ റീഡ് ആൻഡ് ഫോർത്ത് വൺ റൈറ്റ്. ഓക്കെ, ഇനി ഇതാണ് ഒരു ഫ്ലോ ചാർട്ട്. ഓൾമോസ്റ്റ് അതിൻ്റെ എക്സാക്റ്റ് വർക്കിംഗ് ഇവിടെ പറയുന്നുണ്ട്. ഇഷ്യൂ റീഡ് കമാൻഡ് ടു IO മൊഡ്യൂൾ. അപ്പോൾ നോർമലി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ റീഡ് കമാൻഡ് വന്നപ്പോൾ റീഡ് ഇൻസ്ട്രക്ഷൻസ് വന്നപ്പോൾ പ്രോസസ്സർ ഇഷ്യൂസ് എ റീഡ് കമാൻഡ് ടു IO മൊഡ്യൂൾ.
അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ CPU യും IO തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ. അതാണ് ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആദ്യത്തെ കാര്യം IO മൊഡ്യൂൾ, അപ്പം IO മൊഡ്യൂളിൻ്റെ വർക്കൊക്കെ ചെയ്ത് സ്റ്റാറ്റസ് നോക്കണം അല്ലേ? റീഡ് സ്റ്റാറ്റസ് ഓഫ് IO മൊഡ്യൂൾ. IO മൊഡ്യൂളിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാണ് IO ടു CPU. അപ്പോൾ IO മൊഡ്യൂളിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു ആൻഡ് ചെക്ക് ദ സ്റ്റാറ്റസ്. അപ്പോൾ എറർ കണ്ടീഷൻ ആണെങ്കിൽ അത് അല്ല, റെഡി അല്ല എന്നുണ്ടെങ്കിൽ, ഇവിടെയാണ് ആ ലൂപ്പ്, എൻഡ്ലെസ് ലൂപ്പ് വരുന്നത്. IO മൊഡ്യൂൾ റെഡി അല്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു റെഡി ആവുന്ന വരെ ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. CPU അഗെയിൻ ആൻഡ് അഗെയിൻ റീഡ് ദ സ്റ്റാറ്റസ് ഓഫ് ദ IO മൊഡ്യൂൾ അൺടിൽ ഇറ്റ് ഈസ് റെഡി. ഇനി റെഡി ആണെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ നടത്താമല്ലോ. സോ റീഡ് വേർഡ് ഫ്രം IO മൊഡ്യൂളിൽ നിന്ന് റീഡ് ചെയ്തു ആൻഡ് റൈറ്റ് വേർഡ് ഇൻ ടു മെമ്മറി. IO മൊഡ്യൂളിൽ നിന്ന് കിട്ടിയ ആ ഡാറ്റ മെമ്മറിയിൽ കൊണ്ടുപോയി റൈറ്റ് ചെയ്തു. ഇനി ഗെയിൻ ഒരു ചെക്കിംഗ് ഉണ്ട്, ഡൺ. അതായത് നമ്മളുടെ IO ഓപ്പറേഷൻസ് കഴിഞ്ഞോ എന്ന് നോക്കണം. കഴിഞ്ഞെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് പോവാം. കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ വീണ്ടും ഈ ഒരു തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. റീഡ് കമാൻഡ് കൊടുത്തു ആൻഡ് വീണ്ടും സ്റ്റാറ്റസ് ചെക്ക് ചെയ്തു. അങ്ങനെ ഇത് ഈ ഒരു ലൂപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഡാറ്റ റീഡ് ഇൻ 1 വേർഡ് അറ്റ് എ ടൈം. ഇപ്പോൾ 1 വേർഡ് അറ്റ്ലീസ്റ്റ് 16 ബിറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കാം റീഡ് ചെയ്യുക. ഫോർ ഈച്ച് വേർഡ് ദാറ്റ് ഇസ് റീഡ് ഇൻ ദ പ്രോസസർ മസ്റ്റ് റിമെയിൻ ഇൻ സ്റ്റാറ്റസ് ചെക്കിംഗ് സൈക്കിൾ. ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. For each word that is read in, the processor must remain in a status checking cycle until it determines that the word is available in the IO module's data register. ഈ ഒരു സ്റ്റാറ്റസ് ചെക്കിംഗ് സൈക്കിളിൽ തന്നെ നിൽക്കേണ്ടി വരും പ്രോസസ്സർ അൺടിൽ ദ വേർഡ് ഇസ് അവൈലബിൾ. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്കറിയാം ഈ ഒരു ആവശ്യമില്ലാണ്ടാണ് ഈ ലൂപ്പിൻ്റെ അകത്ത് സ്റ്റാറ്റസ് ചെക്കിംഗ് ലൂപ്പിൻ്റെ അകത്ത് നിൽക്കുന്നത്. സോ ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ് ദാറ്റ് കീപ്സ് ദ പ്രോസസ്സർ ബിസി നീഡ്ലെസ്ലി. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മുടെ പ്രോസസ്സർ നീഡ്ലെസ്ലി ബിസി ആയിട്ടിരിക്കുകയാണ്. ബിസി അതായത് യൂസ്ഫുൾ ആയിട്ട് ഒരു വർക്കും ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മേജർ ഡിസഡ്വാൻറ്റേജ്. ഇനി നമുക്ക് IO ഇൻസ്ട്രക്ഷൻ, പിന്നെ IO കമാൻഡ് പറഞ്ഞു. ഇനി IO ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ദർ വിൽ ബി മെനി IO ഡിവൈസസ് കണക്റ്റഡ് ത്രൂ IO മൊഡ്യൂൾസ് ടു ദ സിസ്റ്റം. നമുക്കറിയാലോ അത്. ഈച്ച് ഡിവൈസ് ഇസ് ഗിവൺ എ യുണീക്ക് ഐഡൻറ്റിഫയർ ഓർ അഡ്രസ്. ഓരോ ഡിവൈസിനും യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. അതും പറഞ്ഞതാണ്, കീബോർഡിന് ഒരെണ്ണം, മൗസിന് ഒരെണ്ണം, അങ്ങനെ ഓരോ ഡിവൈസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്രസ് ഉണ്ടായിരിക്കും, എ യുണീക്ക് ഐഡൻറ്റിഫയർ. ദെൻ ദ പ്രോസസർ ഇഷ്യൂസ് എൻ IO കമാൻഡ്. The command contains the address of the desired device. അതും അറിയാം അല്ലേ. ഒരു IO കമാൻഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ട ഡിസൈർഡ് ഡിവൈസ്, ഏത് ഡിവൈസ് ആയിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആ ഡിവൈസിൻ്റെ അഡ്രസ്സ് അതിനകത്ത് ഉണ്ടാവും. Thus, each IO module must interpret the address lines to determine if the command is for itself. അപ്പോൾ IO മൊഡ്യൂൾസ് കുറേ ഉണ്ടാവും. അപ്പോൾ ഈ കമാൻഡ് വരുമ്പോൾ എല്ലാ IO മൊഡ്യൂളും അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം, അഡ്രസ് ലൈൻസ്, എന്നിട്ട് ഡിറ്റർമിൻ ചെയ്യണം അവരുടെ അഡ്രസ്സ് ആണോ ആ കമാൻഡ് അവർക്കാണോ എന്ന്. When the processor, main memory and IO share a common bus, 2 modes of addressing are possible. ഇപ്പോൾ ഇതിൽ ഈ അഡ്രസ്സിങ് തന്നെ 2 തരത്തിലുള്ള അഡ്രസ്സിങ് ഉണ്ട്. മെമ്മറി മാപ്ഡ് ആൻഡ് ഐസൊലേറ്റഡ്. നമ്മൾ മെമ്മറി മാപ്ഡ് IO ആൻഡ് ഐസൊലേറ്റഡ് IO എന്ന് പറയും. അപ്പോൾ കൺസെപ്റ്റ് സിമ്പിൾ കൺസെപ്റ്റ് ആണ് അത്, മെമ്മറി മാപ്ഡ് IO ആൻഡ് ഐസൊലേറ്റഡ് IO. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. സ്റ്റാർട്ടിങ് വിത്ത് മെമ്മറി മാപ്ഡ് IO. മെമ്മറി മാപ്ഡ് IO എന്ന് പറയുമ്പം ഇറ്റ് യൂസസ് ദ സെയിം അഡ്രസ് സ്പേസ് ഫോർ ബോത്ത് മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. മെമ്മറിക്കും ഇൻപുട്ട് ഔട്ട്പുട്ടിനും സെയിം അഡ്രസ് സ്പേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു മൊത്തത്തിലൊരു 1000 മെമ്മറി ലൊക്കേഷൻ ആണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 1000 അഡ്രസ്സുകളാണ് മെമ്മറി ലൊക്കേഷൻ ആകുമ്പോൾ 1000 അഡ്രസ്സല്ലേ ഉണ്ടാവുക. ആ 1000 അഡ്രസ്സിലും കുറച്ച് പോർഷൻ, ഇപ്പോൾ ഒരു 75% നമ്മുടെ മെമ്മറിക്കും കൊടുക്കും, ബാക്കി 25% ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനും കൊടുക്കും. നമുക്ക് ടോട്ടൽ 1000 മെമ്മറി സ്പേസ് അവൈലബിൾ ആണെന്ന് കഴിഞ്ഞാലും അഡ്രസ് സ്പേസ് അവൈലബിൾ ആണെന്ന് കഴിഞ്ഞാലും അതിൻ്റെ 75% മാത്രമേ മെമ്മറിക്ക് കിട്ടുന്നുള്ളൂ, ബാക്കി 25% സ്പ്ലിറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിന് കൊടുത്തിരിക്കുക. വിച്ച് മീൻസ് ഈ മെമ്മറിയും ഇൻപുട്ട് ഔട്ട്പുട്ടും സെയിം ലെവലിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ടിന് സെപ്പറേറ്റ് സിഗ്നലോ ഒന്നുമില്ല, ജസ്റ്റ് മെമ്മറിയുടെ റീഡും റൈറ്റും ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ റീഡും റൈറ്റും ലോഡ് മെമ്മറിക്ക് ചെയ്യുന്ന ലോഡ് സ്റ്റോർ ഓപ്പറേഷൻസ് ഒക്കെ ഇല്ലേ, അത് തന്നെ വെച്ചിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ റീഡും റൈറ്റും ഒക്കെ ചെയ്യാം. യാതൊരു വ്യത്യാസവും ഇല്ല ബിറ്റ്വീൻ ദിസ് മെമ്മറി ആൻഡ് IO ഡിവൈസസ്. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് മെമ്മറി മാപ്ഡ് IO.
Memory mapped I/O uses the same address space for both memory and I/O. The processor treats the status and data registers of I/O modules as memory locations and use the same machine instructions to access both memory and I/O. ഈ ഒരു പോയിന്റിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കൺസെപ്റ്റും എടുക്കുന്നുണ്ട്. അതായത് I/O മോഡ്യൂൾസിൻ്റെ രജിസ്റ്റേഴ്സിനെ, സ്റ്റാറ്റസ് ഡാറ്റ രജിസ്റ്റേഴ്സിനെ it treats as memory locations, normal memory locations ആക്കി treat ചെയ്യും, and it uses the same machine instructions to access both memory and I/O devices. The assigned addresses for interface registers cannot be used for memory words, which reduces the memory address range available. അപ്പോഴും പറഞ്ഞു നമ്മുടെ ഈ രജിസ്റ്റേഴ്സിനൊക്കെ യൂസ് ചെയ്ത ഇൻ്റർഫേസ് രജിസ്റ്റേഴ്സിന്, അതായത് പെരിഫറൽസിന് വേണ്ടി യൂസ് ചെയ്ത അഡ്രസ്സ് ഒരിക്കലും മെമ്മറിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെക്കുമ്പോൾ തന്നെ മെമ്മറി അഡ്രസ്സിൻ്റെ റേഞ്ച് കുറയും. ഞാൻ പറഞ്ഞല്ലോ 1000 ഉണ്ടെങ്കിൽ അതിനൊരു 75% ഇയാൾ കൊടുത്തു, മെമ്മറി കൊടുത്തു, മറ്റേത് I/O ഡിവൈസിന് വേണ്ടി മാറ്റി വെച്ചു. അതൊരിക്കലും മെമ്മറിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. There are no specific input or output instruction. അടുത്ത കാര്യം അതാണ്. The CPU can manipulate I/O data residing in interface registers with the same instructions that are used to manipulate memory words. ഇപ്പോൾ മെമ്മറിക്ക് നമുക്ക് ലോഡ് ചെയ്യുക, സ്റ്റോർ ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് തന്നെ മതി നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും. ഓക്കെ, സോ ദ ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് യൂസ്ഡ് ഫോർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഫ്രം മെമ്മറി ക്യാൻ ബി യൂസ് ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റ ഫ്രം I/O രജിസ്റ്റേഴ്സ്. മെമ്മറിക്കും I/O രജിസ്റ്റേഴ്സിനും ഒരേ ഇൻസ്ട്രക്ഷൻസ് മതി, സെപ്പറേറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ല. ആൻഡ് ദിസ് ഇസ് എ കേസ് ഓഫ് മെമ്മറി മാപ്ഡ് I/O. നെക്സ്റ്റ് ഐസൊലേറ്റഡ് I/O. ഐസൊലേറ്റഡ് I/O വെച്ചാൽ കോമൺ ബസ് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഡിഫറൻസ് എന്താ വെച്ചാൽ കൺട്രോൾ ലൈൻസ് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് സിസ്റ്റം ബസ്സിനകത്ത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ അഡ്രസ് ലൈൻ ഉണ്ടാവും, ഡാറ്റ ലൈൻ ഉണ്ടാവും, കൺട്രോൾ ലൈൻ ഉണ്ടാവും. അപ്പോൾ അതിൽ അഡ്രസ്സും ഡാറ്റ ലൈനും കോമൺ ആണ് ഫോർ മെമ്മറി ആൻഡ് I/O, ബട്ട് ദ കൺട്രോൾ ലൈൻസ് ആർ ഡിഫറെൻറ്റ്. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ എ മെമ്മറി ട്രാൻസ്ഫർ ആൻഡ് I/O ട്രാൻസ്ഫർ. ഇപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മുടെ മെമ്മറി ബസ്സിനകത്ത് ഡാറ്റയും ഉണ്ട്, അഡ്രസ്സും ഉണ്ട്, അത് സെയിം ആയിരിക്കും, ഒരേ ബസ് തന്നെയാണ് രണ്ടിനും യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ബസ്സിനകത്തുള്ളത് മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ളതാണോ I/Oന് വേണ്ടിയിട്ടുള്ളതാണോ എന്നറിയാവുന്നത് ബൈ മീൻസ് ഓഫ് ദിസ് കൺട്രോൾ ലൈൻസ് ആണ്. നമുക്ക് രണ്ട് തരം കൺട്രോൾ ലൈൻ ഉണ്ടാവും, സെപ്പറേറ്റ് കൺട്രോൾ ലൈൻ, അതായത് മെമ്മറി റീഡും മെമ്മറി റൈറ്റും, I/O റീഡും I/O റൈറ്റും. അപ്പോൾ ആ കൺട്രോൾ ലൈനിൽ വരുന്നതിന് എന്താണോ അതിനനുസരിച്ചിട്ടാണ് അഡ്രസ്സിലും ഡാറ്റയിലുള്ള കണ്ടന്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. So the distinction between a memory transfer and I/O transfer is made through separate read and write lines. The I/O read and I/O write control lines are enabled during I/O transfer. The memory read and memory write control lines are enabled during a memory transfer. Okay. അപ്പോൾ വൺ കോമൺ ബസ്, അതിൻ്റെ അകത്ത് ഡാറ്റയും അഡ്രസ്സും സെയിം ആയിരിക്കും. ഇപ്പോൾ അത് I/O ട്രാൻസ്ഫർ ആണെങ്കിൽ കൺട്രോൾ ലൈൻസ് I/O റീഡും I/O റൈറ്റ് കൺട്രോൾ ലൈൻസ് ഓൺ ആയിരിക്കും. അപ്പോൾ അത് മെമ്മറി ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ മെമ്മറി റീഡ് മെമ്മറി റൈറ്റ് കൺട്രോൾ ലൈൻസ് ആയിരിക്കും ഓൺ ആയിരിക്കും. അപ്പോൾ the isolated I/O method isolates the memory and I/O addresses so that memory address values are not affected by interface address assignment since each has its own address space. അപ്പോൾ നേരത്തെ പോലെയല്ല, രണ്ടിനും each have their own address space. അപ്പോൾ അവരുടെ അഡ്രസ് സ്പേസ് കോമൺ അല്ല, അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള അഡ്രസ്സസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഐസൊലേറ്റഡ് I/O എന്നുള്ള പേര്. ഐസൊലേറ്റ് ചെയ്യാണ്, ഐസൊലേറ്റ്സ് ദ മെമ്മറി അഡ്രസ്സസ് ആൻഡ് ദ I/O അഡ്രസ്സസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദിസ് പ്രോഗ്രാംഡ് I/O. Programmed I/O, and actually there are three techniques: programmed I/O, interrupt-driven I/O, and DMA. And in programmed I/O, all these I/O transfers are as part of the program. ആൻഡ് പ്രോഗ്രാം ഇതിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പ്രോസസ്സർ ജസ്റ്റ് ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യുമ്പോൾ I/O മൊഡ്യൂളാണ് അത് നോക്കേണ്ടത്. I/O മൊഡ്യൂൾ പെരിഫറൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സ്റ്റാറ്റസ് സെറ്റ് ചെയ്യും. പിന്നെ പ്രോസസ്സർ ഈ സ്റ്റാറ്റസ് ഇങ്ങനെ നീറ്റ്ലെസ്ലി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലൂപ്പിനകത്ത് എപ്പോഴും നിൽക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ I/O കമാൻഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതുപോലെ I/O ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു. I/O ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് ഐസൊലേറ്റഡ് I/O ആൻഡ് മെമ്മറി മാപ്ഡ് I/O, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ഇന്ററപ്റ്റ് ഡ്രിവൻ I/O, അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. Okay, thank you for watching.